അസ്സലാമലൈക്കും. റിംഷ റയ്യൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് മോള് സ്കൂളിൽ പോവാണേ. സമയം 8:45 ബസ് വരും. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടക്കണം, അവിടെ ബസ് വരിക. കാരണം ഇവിടെ ബസ് തിരിക്കാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് കുറച്ച് മുന്നോട്ട് നടക്കണം. അവിടെ ഒന്ന് തിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ മോളെ കൂടെ ഇന്ന് ഉപ്പാൻ്റെ പെങ്ങളെ മോളെ കുട്ടിയുണ്ട് കേട്ടോ. അവൾക്ക് സ്റ്റഡി ലീവാണ്. അവൾക്കിപ്പോൾ SSLC എക്സാം അവളെ സ്കൂളിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് അവൾക്കിപ്പോൾ ലീവാണ്. അപ്പോൾ 2 ദിവസത്തേന് അവൾ വീട്ടിലേക്ക് വന്നതാണ്. അവളെ വീട് പാനൂരാണ്. അപ്പോൾ മോളെ സ്കൂളിൽ പോകാൻ വേണ്ടി അവൾക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇന്ന് കലാമേളയൊക്കെയാണ് സ്കൂളിൽ. അപ്പോൾ അങ്ങനെ അവർ രണ്ടാളും കൂടിയാണ് പോകുന്നത്. ഇന്നേ രണ്ടാളും വർത്താനൊക്കെ പറഞ്ഞങ്ങ് പോവുകയാണ്. മോള് പഠിക്കുന്നത് കണിച്ചാറ് ഡോക്ടർ പൽബു മെമ്മോറിയൽ UP സ്കൂളിലാട്ടോ പഠിക്കുന്നത്. അപ്പോൾ ബസ് വരാറായി. ബസ് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളും പോവാണ്. അപ്പോൾ എന്നോട് പറയാണ് ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞത്. ബസ് വരുന്ന കണ്ടപ്പോഴത്തേന് ഓടും കേട്ടോ. അപ്പം ബസ് അവിടെ നിർത്തിയിട്ട് തിരിക്കും. അവിടെ കണ്ടില്ല ആ റോഡിൻ്റെ അവിടെ തിരിച്ചിട്ട് അവർ പോകും. അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹം മോളെ സ്കൂളിൽ പോകണമെന്ന്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും പറയാറുണ്ട് എന്നോട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞാൽ പിന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിടുക കേട്ടോ. ഇനിയിപ്പോൾ അവരിനി 4:45 ആകുമ്പോൾ ഇനി വരുള്ളൂ ഈവനിങ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ബസ്സാട്ടോ വരുന്നത്. സ്കൂൾ ബസ്സിൻ്റെ ബേക്കിൽ LKG UKGൻ്റെ അഡ്മിഷനാണ്. അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ഒരു ബാനറാട്ടോ അവിടെ കെട്ടിയിരിക്കുന്നത്. അങ്ങനെ രണ്ടാളും കൂടെ പോവാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ സ്കൂൾ ബസ് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവരെയൊക്കെ ഇനി 4:45 ആകുമ്പോൾ ഇനിയിപ്പോൾ നോക്കിയാൽ മതി. രണ്ടാൾക്കും നോമ്പില്ല കേട്ടോ. സ്കൂളിൽ പോകാൻ നേരത്ത് ഞാൻ മോളെ കൊണ്ട് നോമ്പ് എടുപ്പിക്കാറില്ല. പിന്നെ രണ്ടാളും പോയി. ഇനി അപ്പോൾ നമ്മൾ റയ്യൂസ് നമ്മൾ കൂടെ ഉണ്ട് കേട്ടോ. റയ്യൂസ് നടന്ന് അവൻ ഒറ്റയ്ക്ക് നടക്കൂല. അവനിങ്ങനെ കൈ പിടിച്ചിട്ട് നടക്കും, പിടിച്ച് നടക്കും. അവൻ ഒറ്റയ്ക്ക് നടക്കാൻ അവന് ഭയങ്കര പേടിയാണ്. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അവൻ താഴെ വീണു പോകും. അതുകൊണ്ട് അവനും മെല്ലനെ നടന്ന് വരും കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇത്. ഇങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈഡിലും ഈ സൈഡിലുള്ള വീട്ടുകാരെല്ലാം എൻ്റെ അയൽവക്കംകാരാണ്. ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ സീനറി. ഇതുണ്ട്, എല്ലാ വീടുകളിലും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ മിക്ക വീടുകളും ഉണ്ടാവും ഇങ്ങനെ പുകപ്പര അവിടെ വെച്ചിരിക്കുന്നത്. ഷീറ്റ് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള പുകപ്പര കേട്ടോ. പിന്നെ ഇത് പുതിയ ടാറിങ് ചെയ്തതാണ്. അപ്പുറം ഇപ്പുറമൊക്കെ കോൺക്രീറ്റൊക്കെ ചെയ്ത് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഉറവേ ഇവിടെയൊക്കെ. പിന്നെ ഇവൾക്കും ഇല്ല ക്ലാസ്, അവൾക്കും സ്റ്റഡി ലീവാണ്. അവരുടെ സ്കൂളിൽ SSLC എക്സാം നടക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. ഫ്രണ്ടിൻ്റെ അച്ഛനാണ് മുന്നിലുള്ളത്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു യൂട്യൂബ് ചാനലിൽ അച്ഛനും ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് നടന്ന് പോവുക. അപ്പോൾ ഇതാട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇത്. അവിടെ ഒരു ഓട്ടോറിക്ഷ കിടപ്പുണ്ട്. അത് ആ വീട്ടിൽ പെയിൻ്റ് അടിക്കുക കേട്ടോ. ആ പെയിൻ്റ് അടിക്കുന്നതുകൊണ്ട് അവരുടെ വണ്ടി കേട്ടോ അവിടെ കിടക്കുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വീടാട്ടോ. അവിടെ ചേച്ചി അടിച്ച് വാരിക്കൊണ്ടിരിക്കുക. ചേച്ചി ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ നല്ല വീഡിയോ പിടുത്താം. അപ്പോൾ ഇതാട്ടോ എൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ വഴീൻ്റെ ഭാഗമാണിത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബസ് തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ മുറ്റത്തേട്ട് കയറ്റിയിട്ടൊക്കെ വേണം തിരിക്കാൻ. ഭയങ്കര പൊടിയാവും. അതുകൊണ്ട് അവിടെ പോയിട്ട് നിൽക്കും. അതാകുമ്പോൾ ബസ്സിന് തിരിച്ച് പോകാനൊക്കെ എളുപ്പമുണ്ട്. ഗ്യാസ് തീർന്നിട്ടുള്ളൂ കേട്ടോ. ഗ്യാസ് ഇന്ന് വരും. അപ്പോൾ അതിന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നമ്മളെ ഫ്രണ്ടിലുള്ള പൂവാട്ടോ. ഇത് 365 ദിവസം ഇത് വിഷുപ്പൂവാണ്. ഇത് കണിക്കൊന്ന. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.